ഹലോ, എല്ലാവർക്കും സുഖമാണോ? കുറേ ആയി, ഒരാഴ്ച കഴിഞ്ഞു വീഡിയോ ഇട്ടിട്ട്. പല്ല് വേദനയായിട്ട് ഒരാഴ്ചയായി. എനിക്ക് സംസാരിക്കാനും കഴിയുന്നില്ല, തിന്നാനും കഴിയുന്നില്ല, വേദന കൊണ്ട്. അത് റൂട്ട് കനാൽ ചെയ്തിനി. അപ്പം ഒന്നും അത്ര പ്രശ്നം ഉണ്ടായിട്ടാ. പിന്നീടാണ് വേദന വന്നത്. ഇപ്പം കുറച്ച് കുറഞ്ഞു, അതുകൊണ്ട് ഒന്നും വീഡിയോ ഇല്ലായിരുന്നേ. അപ്പം നമുക്കിന്ന് രാവിലെ കുറച്ച് ചിക്കൻ മേടിച്ചിന്, ഇപ്പം ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പം നമുക്കൊരു കാഞ്ഞങ്ങാടിൻ്റെ ചിക്കൻ സുക്കി ആക്കിയാലോ? പോതാ, അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഉള്ളി 2 എണ്ണം, ഇത് 2 ഉള്ളി, പിന്നെ കുറച്ച് തേങ്ങ കൊത്ത്, തേങ്ങ മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. വെളുത്തുള്ളി ഞാനതിൽ ഇട്ടിട്ടില്ല, അല്ല ഞാനത് കാണിക്കാം. പിന്നെ കരിവേപ്പില, ഒരു നാരങ്ങേൻ്റെ പകുതി. കരിവേപ്പില ആവശ്യത്തിന് ഇടാം, നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ. പിന്നെ തക്കാളി, 2 തക്കാളി, അത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് പൊടികൾ ഇതാ. ഇത് 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി. ഇത് ഞാൻ 2ഉം കൂടി മിക്സ് ചെയ്തതാണ്. കാശ്മീരിയും അങ്ങനെ തന്നെ ഞാൻ പൊടിക്കല്, മറ്റേ സാധ്യം. അപ്പോൾ കളറും കിട്ടും, പിന്നെ നമുക്ക് എരിവും കിട്ടും. പിന്നെ ഇത് ഗരം മസാലപ്പൊടി, ഇത് മറ്റേ വലിയ ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകമില്ലേ അതിൻ്റെ പൊടി. പിന്നെ കുറച്ച് ഇത് ചിക്കൻ മസാലപ്പൊടി, അതൊരു സ്പൂണ്. ഇത് ഗരം മസാലപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടു. പിന്നെ കുരുമുളക് പൊടി 1/2 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ. ഇതാ, ഈ ഉള്ളിയിൽ നിന്ന് കുറച്ച് കായ്ച്ചിട്ട് നമുക്ക് എടുക്കാനില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടാ. അപ്പോൾ കുറച്ചധികം എണ്ണ വേണം. ഈ ഉള്ളിയെല്ലാം നമുക്കൊന്ന് ഗോൾഡൻ കളറായിട്ട് എടുക്കണം. ഉള്ളി ഇടാം നമുക്ക്. എല്ലൂട്ട കായില്ലെങ്കിൽ 2 കൂട്ടായിട്ട് ഇടാം നമുക്ക്. ഇതിപ്പോൾ പെട്ടെന്ന് കാണിച്ചെടുക്കാമെങ്കിൽ കുറച്ചായിട്ട് ഇടാം, അങ്ങനെ ആക്കാം. ഇതാ ഇത്ര പോലെ രണ്ടാമത് ഇടാം. ഉരുളിയാകുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും, ഇളക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. പക്ഷെ പെട്ടെന്നായി കിട്ടും സാധനങ്ങളെല്ലാം. എൻ്റെ ട്രേഡ് മാർക്കായ പായസം ഇതുവരെ ഉണ്ടാക്കിയിട്ടാ, അത് നല്ല ഉണ്ടാക്കാം. നിങ്ങൾ ഉരുളിയിലെല്ലാം ചിക്കൻ ഉണ്ടാക്കലുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, പറയാം കേട്ടോ. ഇത് നല്ല ഗോൾഡൻ കളറാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് ഫോൺ വന്നു. അതായത് ഗോൾഡൻ കളർ ഇങ്ങനെ ആകുമ്പോൾ വാങ്ങി എല്ലാം കോരിയെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും കൂടി കാണിക്കാതെ വിചാരിച്ചിട്ട്. വേണ്ട ഗോൾഡൻ കളർ പോലെ. ഇനി നമുക്ക് അടുത്തത് ഇടാം. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇടാം, ഈ തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും കൂടെ ഇതാ, ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട രണ്ടാമത് ഇട്ട ഉള്ളി ഇതാ. ഇത് വെള്ളം കാണുന്നത് മറ്റേ തേങ്ങ അധികം കായണ്ട. ഉള്ളി റെഡിയായി. നമുക്കിത് രണ്ടാമതിട്ട് കോരിയെടുക്കാം. ഇതിൽ കുറച്ച് എണ്ണയുണ്ട്, കുറച്ചും കൂടി എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതാ കുറച്ചും കൂടി എണ്ണ ഉണ്ട്, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. നേരത്തെ വെളുത്തുള്ളി കാണിച്ചിട്ടുണ്ട്, അപ്പോൾ മുറിച്ചിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ തീയാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിലൊന്നും ആയിക്കോ, കാരണം ഉരുളി നല്ല ചൂടിലാന്നില്ലേ. കരിയാമ്പല ലാസ്റ്റും വേണം, അപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടാകുമ്പോൾ കുറച്ച് വേണം. കരിയാമ്പല ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഞാൻ ചട്ടുക മാറ്റിയിട്ട്, ചട്ടുകാകുമ്പോൾ ഭയങ്കര സൗണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പാച്ചില എടുത്തിട്ട്, സ്പാച്ചിലാകുമ്പം ഇളക്കാൻ നല്ല സുഖമാണ്. ഇട്ട് കൊടുക്കാം. ഇതാ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം ഏത് വേണമെങ്കിൽ ഇടാം. നമുക്ക് മുളക് പൊടി തന്നെ ആദ്യം ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി. ഓക്കെ,
ഇതെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് പൊടി കരിയാൻ പാടില്ല, ഒന്ന് കായ്ച്ചിട്ട് എടുക്കാം. പച്ചമണം മാറിയേ വേണ്ടു. എന്നിട്ട് നമുക്കൊന്ന് തക്കാളി ഇട്ട് കൊടുക്കാം. അധികം കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇതാ തക്കാളി ഇട്ട് കൊടുക്കാം. കൂടുതൽ പച്ചമണം പോയി. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി മാറ്റി വേവണം, വെന്ത് നല്ല ഉടയണം. അപ്പം നമുക്ക് കുറച്ച് അടച്ച് വെക്കാനുണ്ട്. ഈ തക്കാളി വേവുന്നവരെ നല്ല ഉടഞ്ഞിങ്ങനെ നല്ല കുഴമ്പ് രൂപത്തിലായാലേ ചിക്കൻ ഇടാൻ പറ്റും. അപ്പം നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തക്കാളി ഒന്ന് അടച്ച് വെക്കാം. വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. തക്കാളി ഒന്ന് വേവിട്ട് നല്ല വെന്തോടെയൊക്കെ ശേഷം മതി വെള്ളം. 3 മിനിറ്റ് മതിയാവും, അപ്പോഴത്തേക്കാവും. ഇങ്ങനെ ആയിട്ടുണ്ട്. തക്കാളി എല്ലാം ഇതാ ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ടുണ്ട്. ഉണ്ടല്ലേ? ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലേശം ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഒരു അരമണിക്കൂർ മുന്നേ നമ്മത് ചിക്കനൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിൽ ഇട്ട സാധനം ഞാൻ ചിക്കൻ കാണിക്കുമ്പോൾ കാണിക്കാം. ഉപ്പിട്ടത് കൊണ്ടാണ് ഞാൻ ഉപ്പ് കുറച്ച് ലേശം ഇടുന്നില്ല, ഒരു 1/4 ടീസ്പൂണ് ഇടാം. ഉപ്പിട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ആക്കി വെച്ച് ഇതിൽ തൈര് ഒരു സ്പൂണും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി അത് ഇട്ടിട്ടൊന്ന് എല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അരമണിക്കൂർ മുന്നേ വെച്ചത്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് കൂട്ടാം. ഇതിന് നല്ല വാങ്ങി വേവട്ടെ. ഇത് സുക്കയായതുകൊണ്ട് അധികം ഗ്രേവിയൊന്നും വേണ്ട. ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ടല്ലേ ഉണ്ടാകും. കട്ടിയെന്ന് പറഞ്ഞാൽ സുക്ക അങ്ങനെ നല്ല ടേസ്റ്റില്ല സാധനമല്ല. ഇതൊന്ന് നന്നായിട്ട് ഒരു 10 മിനിറ്റ് തന്നെ വേവട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നോക്കി ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ട്. അപ്പം നിങ്ങൾ വെള്ളം കൂട്ടണ്ട. ഇതാ ഇങ്ങനെയായി. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഇങ്ങനെ ആയില്ലേ. അപ്പം കുറച്ചും കൂടി വറ്റാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു സാധനം ഇടാനുണ്ട്. നമ്മൾ ഉള്ളി നേരത്തെ കായ്ച്ച് വെച്ചിട്ടേ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഉള്ളി നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞരടി കൊടുത്തിട്ട് ആ ചൂട് തണിഞ്ഞു. ഇത് പിന്നെ ചെറുങ്ങനെ മുറിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് വലിയ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എടുത്തപാടായില്ല. ചൂട് തണിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് ഇതാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞ ഉള്ളി ഇങ്ങനെ ആക്കിയാൽ സൂപ്പറായിട്ടുള്ള സുക്കയാണ് നമുക്ക് കിട്ടല്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ഒരേപോലെ ആക്കണ്ട, എപ്പോഴെങ്കിലും ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം. ഞാൻ ചെറിയ തീയാക്കിയിട്ടുണ്ട്. ഇത് ഉരുളി ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്ന് തുറന്നു നോക്കാം. ഇനി നിങ്ങൾ സ്റ്റീലിൻ്റെ അറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കും. സ്റ്റീലാകുമ്പോൾ അടിക്ക് പിടിക്കും. കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ അന്നേരം കുറച്ചും കൂടി പോകട്ടെ. ഒരു 5 മിനിറ്റ്. ഓക്കെ, ഉണ്ട് കണ്ടോ. ഓക്കെ, അടിപൊളിയായിട്ട് റെഡിയാകുന്നുണ്ട്. നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം ചിക്കന്. പിന്നെ ചെറുനാരങ്ങയൊക്കെ. അപ്പോൾ ഇതാ സുക്ക റെഡി ആയിട്ടുണ്ട്. ഇനി കരിയാമ്പിലിടാം ചെറുനാരങ്ങ. ഓക്കെ, ആദ്യം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കാം കേട്ടോ. ഇതിൻ്റെ കുരുവെല്ലാം ഒന്നും കളഞ്ഞു. കുരു ഭയങ്കര കയ്പ്പായിരിക്കും. കുറച്ച് വലിയ നാരങ്ങ തന്നെ മേടിച്ചാൽ ഇത് ഇങ്ങനത്തെ കളറിലെ ചെറുനാരങ്ങ മേടിക്കണം. പച്ചയാകുമ്പോൾ ഇതിന് കിട്ടാൻ കുറച്ച്
നീരൊന്നും കിട്ടൂല. നമുക്കിതൊന്ന് മാറ്റി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളെ കരിവേപ്പിലിട്ട് കൊടുക്കാം. കുക്കർ റെഡിയായി. നമ്മൾ കരിവേപ്പിലിട്ട് കൊടുക്കാം. ഇത് ലാസ്റ്റ് ആയിരുന്നു. ഇനി ഇതിലൊന്നും ചെയ്യണ്ട, ഇനി വറുത്തിടെ ഒന്നും വേണ്ട. ഇത് ഉള്ളിയെല്ലാം നല്ല ചുവന്നുള്ളി എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും മസാലയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി ലാസ്റ്റ് ഇട്ടോ. നമുക്ക് പിന്നെ മസാല കൂടുതൽ വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ. സുക്ക നമ്മൾ ഹോട്ടലിൽ നിന്നല്ല കഴിച്ചിട്ട്. ഹോട്ടലിൽ പിന്നെ നല്ല ചിക്കനൊന്നും ആയിരിക്കില്ല, പക്ഷെ ഒന്നും ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ച് പാട് വെക്കുന്ന ചിക്കൻ. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റും ഗുണവും എല്ലാം ഉണ്ടാകും. നമുക്കൊന്നും കൂടി അടിച്ച് വെച്ച് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ഇപ്പോഴാണ് ഓഫ് ചെയ്ത് സ്റ്റൗവ്. ഫ്രണ്ട്സിലേക്ക് പിന്നെ ബന്ധുക്കൾക്കും എല്ലാം അയച്ചു കൊടുക്കണം. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം. എന്തായാലും ലൈക്ക് കാണുമ്പോൾ ഒരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ വീഡിയോ ചെയ്ത് ഇഷ്ടമായല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.